പ്രിയപ്പെട്ട സഹോദരി അല്ലാഹുവിന്റെ ഹബീബിനോട് സങ്കടം പറയുകയാണ്. യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ഒരു വിഷമം പറയാനുണ്ട് നബിയേ, ഒരു സങ്കടം എനിക്ക് പറയാനുണ്ട് റസൂലേ, ഒരു സങ്കടം എനിക്ക് പറയാനുണ്ട് തങ്ങളെ. എന്റെ ഭർത്താവിനോട് എന്നോട് പിണക്കമാണ് നബിയേ. ഏത് വിഷയം പറഞ്ഞാലും എന്റെ ഭർത്താവ് എന്നോട് പിണക്കത്തിലാണ്. ഏത് കാര്യം പറഞ്ഞാലും ഭർത്താവ് ഞാനും പിണക്കത്തിലാണ് നബിയേ. ഭർത്താവിന്റെ കുറ്റം പറയാൻ വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്ത് ഒരു പെണ്ണ് വന്ന് പറഞ്ഞപ്പോ ആരംഭ റസൂലുള്ള പറഞ്ഞ പെണ്ണേ, നിനക്കാണ് സ്വർഗം മോളെ, നിനക്കാണ് സ്വർഗം മോളെ. നീ ഭർത്താവിന്റെ വീട്ടിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് നീ ക്ഷമിച്ചു കഴിഞ്ഞാ നിനക്കാണ് സ്വർഗമുള്ളത് മോളെ. ഭർത്താവിന്റെ വീട്ടില് നീ അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക്, അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക്, അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക്, നീ അനുഭവിക്കുന്ന നൊമ്പരങ്ങൾക്ക്, നിന്നെ കുറ്റപ്പെടുത്തിയത്, ഒറ്റപ്പെടുത്തിയത്, ചീത്ത പറഞ്ഞത്, ഗീബത്ത് പറഞ്ഞത്, ഫസാദ് പറഞ്ഞത്, അടിച്ചത്, നിന്റെ മനസ്സിന്റെ അകത്ത് സങ്കടത്തിന്റെ കനൽകട്ടകൾ തന്നത് എല്ലാം നീ ക്ഷമിച്ചു കഴിഞ്ഞാ അൽ ജന്നത്തു ലകീ, സ്വർഗം നിനക്കാണ് മോളെ, സ്വർഗം നിനക്കാണ് മോളെ, സ്വർഗം നിനക്കാണ് മോളെ. നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്നാണ്, നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഭർത്താവിന്റെ പ്രയാസങ്ങൾ ക്ഷമിക്കുന്ന പെണ്ണുകാരാ, ഭർത്താവിന്റെ സങ്കടത്തിൽ വിഷമിക്കുന്ന പെണ്ണുകാരാ. ഭർത്താവ് മദ്യപാനിയാണ്, ഭർത്താവ് കല്ലുകുടിയനാണ്, ഭർത്താവ് കഞ്ചാവടിക്കുന്നവനാണ്. ഈ സ്വഭാവമല്ല മോളെ, നിനക്കൊന്ന് മാറ്റിയെടുക്കാൻ കഴിയണം മോളെ. നീ നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുത്ത ഉപദേശം പറഞ്ഞു കൊടുത്ത് മാറ്റിക്കൊടുക്കേണ്ടവളാ. ഭർത്താവ് മദ്യപിച്ചുകൊണ്ട് നിന്നെ അടിച്ചില്ലേ, നിന്നെ ചീത്ത പറഞ്ഞില്ലേ, നിന്നെയും മക്കളെയും കുറ്റപ്പെടുത്തിയില്ലേ, അതിലെല്ലാം ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ജന്നത്തിലൊക്കെ സ്വർഗം നിനക്കാണ്, സ്വർഗം നിനക്കുള്ളതാണ്. ആ സ്വർഗം നീ തട്ടിക്കളയാൻ പാടില്ല, ആ സ്വർഗം നീ തട്ടിക്കളയാൻ പാടില്ല.